മഹാകുംഭമേള ലോകത്തിന് ഐക്യത്തിന്റെയും വൈവിധ്യങ്ങളുടെയും സന്ദേശം നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭ പ്രക്ഷുബ്ധമായി. സഭ നാളത്തേക്ക് പിരിഞ്ഞു. महाकुंभ की सफलता में अनेक लोगों का योगदान है। मैं सरकार के, समाज के सभी कर्मयोगियों का अभिनंदन करता हूं। ഇന്ത്യയുടെ കരുത്ത് ലോകം മഹാകുംഭമേളയിലൂടെ തിരിച്ചറിഞ്ഞു. ലോകത്തിന് തന്നെ ഐക്യസന്ദേശമാണ് മഹാകുംഭമേള നൽകിയതെന്നും മഹാകുംഭമേളയുടെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനമെന്നും മോദി പറഞ്ഞു. അജണ്ടയിൽ ഉൾപ്പെടുത്താതെയായിരുന്നു ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കുംഭമേളയെക്കുറിച്ച് സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം എഴുന്നേറ്റു. സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ബഹളത്തെ തുടർന്ന് ആദ്യം 1 മണിവരെ ലോക്സഭ നിർത്തിവെച്ചു. 1 മണിക്ക് പ്രതിപക്ഷ ബഹളത്തിനിടയിലായിരുന്നു ബജറ്റിലെ റെയിൽവേ വിഹിതത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മറുപടി പറഞ്ഞത്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ലോക്സഭ നാളത്തേക്ക് പിരിഞ്ഞു. കുംഭമേളയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവന യഥാർത്ഥ വസ്തുത മറച്ചുവെച്ചായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമായവരെ ഓർക്കാതെയായിരുന്നു മോദിയുടെ പ്രസ്താവനയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ചർച്ചകൾ നടക്കാതെ സഭ അലങ്കോലപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ പ്രതിപക്ഷത്തിനുള്ളൂവെന്നും രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തിരിച്ചടിച്ചു. മഹാകുംഭമേളയെക്കുറിച്ച് പ്രധാനമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ച് വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാകും പ്രതിപക്ഷ നീക്കം. റിപ്പോർട്ടർ, ദില്ലി.